ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. ലോകത്തെ പല രാജ്യങ്ങളെയും ഒരുപോലെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ സാമ്പത്തിക പരീക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതെ, നോട്ട് നിരോധനം. ഇതിന്റെ വിജയങ്ങളെപ്പറ്റിയും ചില ദാരുണമായ പരാജയങ്ങളെപ്പറ്റിയുമുള്ള ഒരു ആഗോള കഥയാണിത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങളുടെ പോക്കറ്റിലിരിക്കുന്ന പണം, അല്ലെങ്കിൽ ബാങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള പണം, നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അതിനൊന്നും ഒരു വിലയുമില്ല, വെറും കടലാസ കഷ്ണങ്ങളായി എന്ന് കേട്ടാൽ എങ്ങനെയുണ്ടാവും? ആ ഒരു ചിന്തയാണ് അല്ലേ നോട്ട് നിരോധനം എന്ന വിഷയത്തെ ഇത്രയധികം ഗൗരവമുള്ളതാക്കുന്നത്. അപ്പോ എന്താണ് ഈ നോട്ട് നിരോധനം എന്ന് പറഞ്ഞാല്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഒരു രാജ്യത്തെ സർക്കാർ പറയാണ്, ഇന്നു മുതൽ നിലവിലുള്ള ഈ നോട്ടുകൾക്ക് നിയമപരമായി യാതൊരു വിലയുമില്ല, പകരം പുതിയ നോട്ടുകൾ വരും. പഴയ നോട്ടുകൾ അതോടെ അസാധുവാകും. അത്രയുള്ളൂ സംഭവം. നമുക്കെല്ലാവർക്കും പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2016 ഇന്ത്യയിൽ നടന്ന നോട്ട് നിരോധനമായിരിക്കും അല്ലേ? പക്ഷേ ഇത് ഇന്ത്യയിൽ മാത്രം നടന്നൊരു കാര്യമല്ല. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കാലഘട്ടങ്ങളിലായി സർക്കാരുകൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. ചിലത് ഗംഭീര വിജയമായി, മറ്റു ചിലത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ദുരന്തങ്ങളായി മാറി. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എന്തിനാണ് ഒരു സർക്കാർ ഇത്രയും വലിയൊരു റിസ്ക് എടുക്കുന്നത്? ഇതിന് പിന്നിലെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണയായി ഒരു 4 പ്രധാന ലക്ഷ്യങ്ങളാണ് സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കാറുള്ളത്. ഒന്നാമത്തേത് കള്ളപ്പണം, അതായത് കണക്കിൽപ്പെടാത്ത പണം ഇല്ലാതാക്കുക. രണ്ടാമതായി സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ സുതാര്യമാക്കുക, അല്ലെങ്കിൽ ഒന്ന് ശുദ്ധീകരിക്കുക. മൂന്നാമത്തെ ലക്ഷ്യം കൂടുതൽ ആളുകളെ ഓൺലൈൻ അല്ലെങ്കിൽ ഡിജിറ്റൽ പണമിടപാടുകളിലേക്ക് കൊണ്ടുവരിക. ഇതിലൂടെ രാജ്യത്തിന്റെ നികുതി വരുമാനം കൂട്ടുക എന്നതാണ് നാലാമത്തെ ലക്ഷ്യം. എല്ലാ നോട്ടു നിരോധനങ്ങളും ഒരു ദുരന്തമായിരുന്നില്ല കേട്ടോ. വളരെ കൃത്യമായി നല്ല പ്ലാനിങ്ങോടുകൂടി നടപ്പിലാക്കിയാൽ ഇതെങ്ങനെ വിജയകരമാക്കാമെന്നതിന് ചില മികച്ച ഉദാഹരണങ്ങളുണ്ട്. യൂറോപ്പിലേക്ക് നോക്കാം. അവിടുത്തെ രാജ്യങ്ങൾ അവരുടെ സ്വന്തം കറൻസികളൊക്കെ ഉപേക്ഷിച്ച് യൂറോ എന്നു പറയുന്ന ഒറ്റ കറൻസിയിലേക്ക് മാറിയത് ഒരു ഗംഭീര ഉദാഹരണമാണ്. പക്ഷേ ഇത് ഒറ്റ രാത്രി കൊണ്ടെടുത്തൊരു തീരുമാനമായിരുന്നില്ല. വർഷങ്ങൾ നീണ്ട പ്ലാനിംഗ് ഉണ്ടായിരുന്നു. ജനങ്ങളെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരിക്കാൻ വലിയ ക്യാമ്പയിനുകൾ നടത്തി. പഴയ കറൻസിയും പുതിയ കറൻസിയും ഒരേ സമയം കുറച്ചു കാലത്തേക്ക് ഉപയോഗിക്കാൻ പോലും സമയം കൊടുത്തു. അതുപോലെ തന്നെയാണ് യുകെയും. അവരെ പേപ്പർ നോട്ടിൽ നിന്ന് കുറച്ചുകൂടി സേഫായ പോളിമർ നോട്ടുകളിലേക്ക് മാറിയതും വളരെ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടായിരുന്നു. അപ്പോൾ ഈ 2 വിജയങ്ങളുടെയും രഹസ്യം എന്താണ്? കൃത്യമായ ദീർഘകാലത്തേക്കുള്ള പ്ലാനിംഗ്. എന്നാൽ പ്ലാനിംഗ് പാളുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്കിനി നാണയത്തിന്റെ മറുവശം കാണാം. ചരിത്രത്തിലെ ചില വലിയ പാഠങ്ങളിലേക്ക് പോകാം. നൈജീരിയയിൽ സംഭവിച്ചത് ഒരു ദുരന്തം തന്നെയായിരുന്നു. ആവശ്യത്തിന് പുതിയ നോട്ടുകൾ കയ്യിലില്ലാതെ പെട്ടെന്ന് പഴയ നോട്ടുകൾ നിരോധിച്ചപ്പോൾ രാജ്യം മൊത്തത്തിൽ നിശ്ചലമായി. സോവിയറ്റ് യൂണിയനിലാവട്ടെ, ഈ നീക്കം ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം പൂർണ്ണമായും ഇല്ലാതാക്കി. അത് ആ വലിയ സാമ്രാജ്യത്തിന്റെ തകർച്ചയുടെ വേഗത കൂട്ടുക പോലും ചെയ്തു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നോട്ട് നിരോധനത്തിന്റെ ഒരുപക്ഷെ ഏറ്റവും ഭീകരമായ മുഖമാണ്. ഒരു രാജ്യത്തിന് അവരുടെ സ്വന്തം കറൻസി തന്നെ ഉപേക്ഷിക്കേണ്ടി വന്ന സിംബാബ്വേയുടെ കഥ. ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടോ അത്? ഒരു ബ്രെഡ് വാങ്ങണമെങ്കിൽ ഒരു ബാഗ് നിറയെ പണം കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ഹൈപ്പർ ഇൻഫ്ലേഷൻ, അതായത് അതിരൂക്ഷമായ പണപ്പെരുപ്പം. സിമ്പിളായി പറഞ്ഞാൽ, നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ വില ഓരോ മണിക്കൂറിലും താഴേക്കു പോവുക. സാധനങ്ങളുടെ വില റോക്കറ്റ് പോലെ മുകളിലേക്ക് കുതിക്കുക. ഒരു രാജ്യത്തിന് അവരുടെ കറൻസിക്ക് മുകളിലുള്ള എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുന്നൊരവസ്ഥ. അപ്പോഴാണ് ഈ പറയുന്ന പോലെ കോടിക്കണക്കിന് ഡോളറിന്റെ നോട്ടിന് ഒരു മിഠായി വാങ്ങാനുള്ള വില പോലും ഇല്ലാതാവുന്നത്. അവസാനം ഒരു രക്ഷയുമില്ലാതെ 2015 സിംബാബ്വെൻ സർക്കാർ അവരുടെ സ്വന്തം ഡോളർ എന്ന കറൻസി തന്നെ ഉപേക്ഷിച്ചു. പകരം രാജ്യത്ത് ഇടപാടുകൾ നടത്താൻ അമേരിക്കൻ ഡോളറും ദക്ഷിണാഫ്രിക്കൻ റാൻഡും അവർ ഔദ്യോഗികമായി സ്വീകരിച്ചു. അപ്പോ ഇന്ത്യയും സിംബാബ്വേയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് നോക്കിയേ. ഇന്ത്യയുടേത് കള്ളപ്പണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്ലാൻ ചെയ്തൊരു സാമ്പത്തിക പരീക്ഷണമായിരുന്നു. എന്നാൽ സിംബാബ്വേയുടേതോ, അത് രാജ്യം മൊത്തത്തിൽ തകർന്നു പോകാതിരിക്കാനുള്ള ഒരു അവസാനത്തെ ശ്രമമായിരുന്നു. ഒരു നിവൃത്തികേടിൽ നിന്ന് വന്ന നടപടി. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിച്ചത് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ ജീവിതകാലം മുഴുവൻ സ്വരുക്കൂട്ടിയ സമ്പാദ്യം ഒറ്റയടിക്ക് വിലയില്ലാതായി. ഒരുപക്ഷെ ആധുനിക സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രാജഡികളിൽ ഒന്നായിരിക്കും അത്. അപ്പോ ഈ വിജയങ്ങളുടെയും പരാജയങ്ങളുടെയും കഥകളിൽ നിന്ന് നമുക്ക് എന്താണ് പഠിക്കാൻ കഴിയുന്നത്?
ഒരു നോട്ട് നിരോധനം വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്ന ആ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം വളരെ സിമ്പിളാണ്. രണ്ട് കാര്യങ്ങൾ, നിർണായകമായ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സൂക്ഷ്മമായ പ്ലാനിംഗ്, അതും ദീർഘകാലത്തേക്കുള്ളത്. രണ്ട്, ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാവാതെ പുതിയ നോട്ടുകൾ കൃത്യമായി കയ്യിലെത്തിക്കാനുള്ള ഒരു മികച്ച വിതരണ സംവിധാനം. ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഇത്തരം വലിയ മാറ്റങ്ങൾ വിജയകരമാകൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതാണ് കാര്യം. ആശയം എത്ര നല്ലതാണെങ്കിലും അതെങ്ങനെ നടപ്പിലാക്കുന്നു എന്നതിലാണ് എല്ലാം ഇരിക്കുന്നത്. എക്സിക്യൂഷൻ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. പോകുന്നതിനു മുൻപ് ഒരു ചോദ്യം കൂടി. ഇന്ന് നമ്മൾ ഗൂഗിൾ പേയുടെയും ഫോൺ പേയുടെയും ഒക്കെ ലോകത്താണ് ജീവിക്കുന്നത്. മിക്കവാറും ഇടപാടുകൾ ഡിജിറ്റലാണ്. അങ്ങനെയൊരു സാഹചര്യത്തിൽ നോട്ട് നിരോധനം പോലുള്ള ഇത്രയധികം റിസ്ക്കുള്ളൊരു നടപടിക്ക് ഇനിയും പ്രസക്തിയുണ്ടോ? അതോ ഇതൊക്കെ ഇനി കാലഹരണപ്പെട്ട ഒരു സാമ്പത്തിക ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ.